ഹലോ എല്ലാവർക്കും ഒരു ഹാപ്പി വെൽക്കം ടു എജുപോഡ് കേട്ടോ. നമ്മൾ എന്താണ് ഹാപ്പി ആണോ എന്നൊക്കെ ഉള്ളതിൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം ഉണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെ ഒരു ഭയങ്കര സ്പെസിഫിക് ഇതന്നെ വരുമെന്ന് പറയാൻ ചെറിയൊരു ഇതുള്ളതുകൊണ്ട് ഐ തിങ്ക് ലെറ്റ്സ് ഗോ വിത്ത് നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു 40 to 50 മാർക്സ് വാങ്ങണമെങ്കിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ കേട്ടിട്ട് ഇത് കുറേ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കണ്ട, കുറച്ചൊക്കെ പറ്റുന്നത്ര പഠിക്കുക. പിന്നെ ഞാനിതിൽ ഡിസ്കസ് ചെയ്യുന്നതിലുള്ള ഒരു കാര്യം, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ ഒരു 5 ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഏകദേശം 48 to 50 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കാരണം ആ ചാപ്റ്റേഴ്സിനാണ് ആദ്യം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ പറഞ്ഞതുപോലെ മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുന്നത്ര ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഓരോ ഭാഗവും പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഞാൻ മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ 8 മാർക്കിനാവാം, അതേപോലെ 5 മാർക്കിനാവാം എന്നൊക്കെ പറ്റുമ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം കേട്ടോ. ഓക്കെ ഫൈൻ. സോ എല്ലാവർക്കും ഞാൻ ബിസിനസ് എടുക്കുന്ന അഫ്ലസ് സാറാണ്. സോ വെൽക്കം ടു എജുപോഡ്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, ഞാൻ പറയുന്നത് 2ാമത്തെ ചാപ്റ്ററിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ പറഞ്ഞിട്ടുള്ള ഏകദേശം 5 ഫോംസും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൽ തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. ഫസ്റ്റത്തെ എന്താണ്, സോൾ പ്രൊപ്പറേറ്റർ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് പഠിച്ച് വെച്ചേക്കുക, സെറ്റാണ്. പിന്നെ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഓക്കെയാണ്. പാർട്ണർഷിപ്പും അതേപോലെ തന്നെ ഫീച്ചേഴ്സും മെറിറ്റും ഡിമെറിറ്റും അതിൻ്റെ ഒപ്പം എന്തും പഠിച്ചേക്കുക, ടൈപ്സും പഠിച്ച് വെച്ചേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ ഫൈൻ. കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇത് രണ്ടും നമുക്കൊരു 8 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒപ്പം 8 മാർക്കിലേക്ക് വരുന്ന ഒരാളാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കേട്ടോ. അപ്പോൾ ഇത് മൂന്നും പഠിക്കുന്ന സമയത്ത് ഒരു 8 മാർക്ക് എന്നുള്ള ഫോക്കസ് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നൈസായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് പഠിച്ച് വെക്കുക. പിന്നെ അതിൻ്റെ ടൈപ്സ് പറയുന്നുണ്ട്. ടൈപ്സ് ഒന്നും അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഫാമേഴ്സ്, കോപ്പറേറ്റീവ്, മറ്റേ ബാങ്ക്, ഫിനാൻസ് എന്ന് പോലെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ച് വെച്ചേക്കാം. ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ഈസി ട്രിക്കും നമ്മൾ ഓൾറെഡി വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് എത്രയോ എന്ന് വിചാരിക്കേണ്ട, ഈസി ആയിട്ട് പഠിക്കാം. ഏകദേശം 12 to 14 മാർക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പോകുന്നത് അതിൽ തന്നെ ഒരു ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ചോയ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ഒരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ 5 എണ്ണത്തിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കുറച്ച് ഫാക്ടേഴ്സ് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, അങ്ങനെയും പഠിച്ചു വെച്ചേക്കാം. രണ്ടാമതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് അല്ലേ. അതിലും നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, ഒന്ന് ബാങ്കിങ് എന്താണെന്നും അതേപോലെ അതിൻ്റെ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസും എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ളതും പ്രത്യേകം പഠിച്ചു വെച്ചേക്കാം. ടൈപ്സ് ഓഫ് ബാങ്ക് മേ ബി ഒരു 2 or 3 മാർക്കിന് ചോദിച്ചേക്കാവുന്നതുമാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ വെരി ഇമ്പോർട്ടൻറ്റ് 8 മാർക്കിനുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇൻഷുറൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്താണ് ഇൻഷുറൻസ് എന്നുള്ളതും അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. കാരണം മാറി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ചോദിക്കും, അല്ലെങ്കിൽ ബാങ്ക് എന്ത് ചോദിക്കും, ഇൻഷുറൻസിൻ്റെ എന്ത് ചോദിക്കുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എന്തും കൂടി പഠിച്ചേക്ക്, എന്താണ് ലൈഫ് ഇൻഷുറൻസും ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. മെറൈൻ പോളിസീസ് സിമ്പിൾ, അത് ജസ്റ്റ് ഒരു ഹള്ള് എന്ന് പറയുന്നതാണ്. അതിനെക്കാട്ടിലും കൂടുതൽ ലൈഫ് ഇൻഷുറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ഒന്ന് ലൈഫിലാണ്, ഒന്ന് ജനറലാണ്. കുറച്ച് ഒരു 3 എണ്ണമൊക്കെ പഠിച്ചു വെച്ചേക്കുക. ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനേ വരുള്ളൂ. ബാക്കി ഈ 2 ഭാഗങ്ങൾ ഒരു 8 മാർക്കിന് എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്ക് കേട്ടോ. അപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ്റെ അതിൽ ഏറ്റവും ഫോക്കസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ 3 മാർക്കും 4 മാർക്സ് ഒക്കെ എക്സ്പെക്റ്റും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് വെയർ ഹൗസിൻ്റെ ഫംഗ്ഷന്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ടെലികോമിൻ്റെ സർവീസസ്. ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു നൈസിൽ പഠിക്കുക. കുറച്ച് ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കുക, ഈ ഫംഗ്ഷൻസിൻ്റെ ബാങ്കിങ് ഫംഗ്ഷൻസിനും അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിനും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വക കാര്യങ്ങൾക്ക് കുറച്ചും കൂടി അധികം എന്ത് ചെയ്യുക, കുറച്ച് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, മറ്റേതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ഏകദേശം ഒരു 10-35 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എവിടുന്നും ക്വസ്റ്റ്യൻസ് വരാം അല്ലേ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തായാലും ഈ സിലബസ് എന്നുള്ള ഇവിടുന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട ഭാഗമാണ് നമ്മുടെ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ചാപ്റ്ററിനും എത്ര ഉണ്ട്, 10 മാർക്കിന് ചോദ്യം വരാൻ പോകുന്നതാണ്. ഇവിടുന്നും 10 വരുന്നുണ്ട്, ഇവിടുന്നും 10 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പഠിക്കുന്നത് നഷ്ടാവോ, ഒരിക്കലും നഷ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ചാപ്റ്ററിൽ മാക്സിമം പറ്റുന്ന അത്ര പഠിച്ചു വെച്ചാൽ അത്രയും നല്ലതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളത് വൃത്തിക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, മൾട്ടിപ്പിൾ സ്റ്റോറി, സൂപ്പർ മാർക്കറ്റ്, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഫിക്സഡ് ഷോപ്സിൻ്റെ കുറച്ച് ടൈപ്സ് ആണ്. അതിൽ ഏത് വേണമെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. മേ ബി 2-3 എണ്ണം ഒരുമിച്ചും ചോദിച്ചേക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഹോൾസെയിലറും റീറ്റെയിലറും തമ്മിലുള്ള കുറച്ച് ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു വെച്ചേക്കാം.
പറ്റുമെങ്കിൽ ആ ഫംഗ്ഷൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ സർവീസസ് റെൻറ്റഡ് ബൈ റീറ്റെയിലറും ഹോൾസെയിലറും എന്ത് ചെയ്യുക, ഒന്ന് കോമൺ ആക്കി പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ അതിൽ കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒന്നൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഒരു റീറ്റെയിലർ കൺസ്യൂമേഴ്സിന് നമുക്ക് തരുന്ന സർവീസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതുമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഈസി ആക്കി ലേണിംഗ് എന്താക്കുക, കുറച്ചും കൂടി ഈസി ആക്കി അല്ലേ. കഷ്ടപ്പെട്ട് പഠിക്കാണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ബിസിനസ്സിന് ഇഷ്ടപ്പെട്ട് പഠിക്കുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് ഈ പറയുന്ന ഇവിടെ വരെയുള്ള ഇവിടെ വരെയുള്ളത് എത്രയാണ്, 8 മാർക്കാണ്. ഇതും ഒരു 8 മാർക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും 5 ചാപ്റ്റേഴ്സ് ഞാൻ ഇപ്പോൾ ടോട്ടലി 3 ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 2 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 48 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പഠിക്കുക. പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. എന്തിനാലേ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനല്ലേ, പഠിക്കാൻ മാർക്ക് വാങ്ങാന്നുള്ള ലക്ഷ്യമല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിലെ ഈ ഫോർമേഷൻ ഓഫ് എ കമ്പനി ചാപ്റ്റർ പഠിക്കുമ്പോൾ മക്കളെ ഈസി ആയിട്ട് അതിൽ നിന്ന് 8 മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി എന്ന് പറയാൻ കാരണം അതിലാകെ കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഫംഗ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ക്ലോസസ്, ഏതൊക്കെ ക്ലോസസ് ആണ് എന്നുള്ളത് എഴുതുക. ഓക്കെ, അതേപോലെ ലിസ്റ്റ് ഓഫ് 2 സെയിം ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ, വേഴ്സസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും തമ്മിലെ ഡിഫറൻസ് ആണ് ഒരു ക്വസ്റ്റ്യൻ. ഞാൻ എവിടെ ഒന്ന് എഡിറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. ഓക്കെ, ഇത് 2 സെയിം ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഓക്കെ, ഡിഫറെൻറ്റ് ക്ലോസ് ഓഫ് അസോസിയേഷൻ. ഇവിടെ ഒന്ന് എന്ത് പഠിക്കുക, അവർ തമ്മിലെ ഡിഫറൻസ് പഠിക്കുക. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഡിഫറൻസ് പഠിക്കുക. ഒന്ന് എന്തൊക്കെയാണ് ഇതിലെ മെമ്മോറാണ്ടം അസോസിയേഷനിലെ ക്ലോസസും പഠിച്ചു വെച്ചേക്കുക. പിന്നെ ആ ചാപ്റ്ററിൽ ആകെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കുറച്ച് സ്റ്റെപ്സുമാണ് പറയുന്നത്. അത്രയും 3 ടോപ്പിക്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും, നമുക്കൊരു 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചിലപ്പോൾ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുക. 4 മാർക്കിൻ്റെ 2 ചോദ്യമായിട്ടും 3 മാർക്കും 1 മാർക്കും 4 മാർക്കുമായിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഒരു എസ് എ ക്വസ്റ്റിൽ ഒറ്റ എസ് എ ക്വസ്റ്റിന് ചോദിക്കുന്നതിലും ഈ ചാപ്റ്റർ സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കാനാണ് ചാൻസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ 3 സ്റ്റെപ്സേ ഉള്ളൂ, പ്രൊമോഷന്, അതേപോലെ തന്നെ ഇൻകോർപ്പറേഷന്, അതേപോലെ ക്യാപിറ്റൽ ഫോർമേഷന്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. അതിൽ തന്നെ പറയുന്ന കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും, അതേപോലെ മെമ്മോറാണ്ടം അസോസിയേഷൻ്റെ ക്ലോസസും അത് നമ്മൾ ഡിഫറൻസും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ആ ചാപ്റ്റർ നമുക്ക് എന്താ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് വലിയ ചാപ്റ്റർ ആണെങ്കിലും 8 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ്. ഞാനത് അങ്ങനെ തന്നെ പറയാണ്. ഇത് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് മാക്സിമം പഠിച്ചു വെക്കാൻ ശ്രമിക്കുക, പറ്റുന്നത് പോലെ പഠിക്കുക. അപ്പോൾ ഈ ഒരു 5 ചാപ്റ്റർ ഏറ്റവും അവസാനം എന്ത് പഠിച്ചാൽ മതി, സോഴ്സസ് പഠിച്ചാൽ മതി. കാരണം സോഴ്സ് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ ലൈവൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറേ പോയിന്റ്സ് അതിലും കോമൺ ആണ്. കുറേ മെറിറ്റ്സും ഡിമെറിറ്റ്സും വരുന്ന സമയത്ത് ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാടെണ്ണം കോമൺ ആയിട്ട് വരുന്നതായിട്ട് സ്വഭാവമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം കുടിച്ചിട്ട് എന്ത് ചെയ്യുക, ചിലപ്പം ഇതിൽ ആരെക്കുറിച്ചും ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ആരെ എന്ന് ഞാൻ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, കാരണം അത്ര കഴിവ് എനിക്ക് പഠിച്ചുകൊണ്ട് തന്നിട്ടില്ല കേട്ടോ. കാരണം ഇതന്നെ വരും എന്ന് പറയാനുള്ള ഒരു ഇതില്ല. സോ മേ ബി ഇതിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു 3 കൃത്യമായിട്ട് പഠിച്ചേക്കും. മേ ബി ഏതെങ്കിലും 3 എഴുതാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റണം. ഓക്കെ, പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇക്വിറ്റി ഷെയർ എന്താണെന്നും പ്രിഫറൻസ് ഷെയർ എന്താണെന്നും ഡിബെഞ്ചർ എന്താണെന്നും അതങ്ങനെ അങ്ങോട്ടും ഡിഫറൻഷിയേറ്റ് ഒക്കെ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് ഒരുപാടായിട്ട് കാണുന്നുണ്ട്. മേ ബി ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. മുകളിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം അസോസിയേഷൻ ആയിരുന്നു ഒരു ഡിഫറൻസ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയറും ഡിബെഞ്ചറുമായിട്ടുള്ളതും ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറുമായിട്ടുള്ള ഡിഫറൻസും എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എന്തായാലും സിലബസ് ആണ്, എവിടുന്നും അവർക്ക് ചോദ്യം ചോദിക്കാനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വരെ ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. വേറെവർ ദേ ആസ്ക് വി നീഡ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും കൂടി നമുക്കൊരു 32 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഓരോന്ന് പറഞ്ഞു പോകാം. അതിലൊന്നാണ് എമേർജിംഗ് മോഡ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ എമേർജിംഗ് മോഡ് ഓഫ് ബിസിനസ് പഠിക്കാനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ അവർ ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ച് ആൻസേഴ്സ് ഒക്കെ എന്താണ് ഈ ബിസിനസ്, ഈ ബാങ്ക് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുമായിട്ട് എന്ത് ചെയ്യുക, ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സുമായിട്ടുള്ള ഡിഫറൻസ് ഒരു 5 പഠിച്ചു വെച്ചേക്കാം. മേ ബി ദേ വിൽ ആസ്ക് ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ്. ഈ ഡിഫറൻസ് നിന്ന് ബെനിഫിറ്റ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ അത് ബെനിഫിറ്റ്സ് 2 ചോദ്യമായിട്ടൊന്ന് കാണണ്ട. മേ ബി ഒന്ന് തന്നെ പഠിച്ചാൽ 2നും ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ നെയിം 3 ട്രാൻസാക്ഷൻ റിസ്ക്. 3 ട്രാൻസാക്ഷൻ റിസ്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഒരു 3 മാർക്കിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ. ഇനി അടുത്തതാണ് ലിസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഇൻ അവർ കൺട്രി. എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇന്റർനാഷണൽ ബിസിനസ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. കൂടാണ്ട് ഇന്റർനാഷണൽ ബിസിനസ് എന്താണ് 2 കൂടുതലധികം അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും പഠിക്കുന്നുണ്ട്. അതും എന്ത് ചെയ്യുക, പെട്ടെന്ന് പഠിച്ചു വെച്ചേക്കാം. അതൊക്കെ കോമൺലി നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്. വലിയ കമ്പനി ആകുമ്പോൾ ഹ്യൂജ് ക്യാപിറ്റൽ വേണം എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സാണ്. ഓക്കെ, ഇനി ഇത് പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന അല്ലെ പബ്ലിക് കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഡിപ്പാർട്ട്മെന്റ് ചാപ്റ്റർ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാതെ പോകത്തില്ല. പക്ഷെ ആരെ ചോദിക്കും എന്നുള്ളതിലാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, 3 പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. ആ 3
കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അടുത്തതാണ് കൺസിഡർ ടു ബി സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം. അതേപോലെ തന്നെ ഇതെന്താണ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ് നേച്ചർ ബിസിനസ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ് ടു 10 മാർക്ക് വരെ പോകാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് എന്തെന്ന് പറയുന്നത്, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് നോക്കുക, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്, ഇത് രണ്ടും ഏകദേശമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇൻഡസ്ട്രീസ് നമ്മൾ ഫസ്റ്റ് പഠിച്ച സാധനമല്ലേ, മറന്നു പോയിട്ടുണ്ടാവില്ല. നമ്മൾ ഈ പറഞ്ഞ 3 ഇൻഡസ്ട്രീസ് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി പഠിച്ചു വെച്ചേക്കുക. നമുക്കറിയാവുന്നതാണ്. ഈ 2 ക്വസ്റ്റ്യനും സെയിം ആൻസർ ആണ്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചാലും പ്രശ്നമില്ല. ഒന്ന് എന്താണ്, കൊമേഴ്സിൻ്റെ ഫംഗ്ഷൻ ആണ്. അത് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ അതെന്തായി, അതിൻ്റെ ഫംഗ്ഷനായി. ഇനി അതല്ല, ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓൾറെഡി ബിസിനസ് സർവീസിൽ പഠിച്ച കാര്യം. അപ്പോൾ ഇതൊക്കെ ഒരേ സാധനമാണ് കേട്ടോ. കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിലും പഠിക്കാനുള്ളതൊക്കെ സെയിം ആണ്. ബിസിനസ് സർവീസിൽ നമ്മൾ പഠിക്കുന്ന കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷനും ബാങ്കിങ്ങും ഒക്കെ തന്നെയാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഗുഡ്. അടുത്തതാണ് ബിസിനസ് റിസ്ക് എന്താണെന്നുള്ളത്. റിസ്ക് എന്താ നമുക്കറിയാം, നഷ്ടസാധ്യത. അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ 2 ഉണ്ട്. സ്പെക്കുലേറ്റീവ് ഉണ്ട്, പ്യൂർ റിസ്ക് ഉണ്ട്. ഇല്ല 2 ഒരു 2 മാർക്കിന് ചോദിക്കുകയാണ്, എന്താണ് സ്പെക്കുലേറ്റീവ്, എന്താണ് പ്യൂർ റിസ്ക്. വെറുതെ മാർക്ക് കളിയാണോ, ഗെയിൻ ഉള്ളത് ഗെയിൻ ഇല്ലാത്തത്, ലോസ് ഓർ ഗെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, സ്പെക്കുലേറ്റീവ്. ലോസ് നോ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ഈ പറഞ്ഞതുപോലെ തന്നെ പ്യൂർ റിസ്ക്. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന സാധനമാണ് കോഴ്സസ്, ഹ്യൂമൻ, എക്കണോമിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. ഓക്കെ, ലാസ്റ്റിലേക്ക് ഇനി ഏതൊക്കെയാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ എന്ത് പറയുന്നുണ്ട്, കുറച്ച് പൊല്യൂഷനെ കുറിച്ചും മറ്റുമൊക്കെ പറയുന്നുണ്ട്. ഈസി ടു ആൻസർ. എന്തായാലും നമുക്ക് പോകാം. ഒന്ന് എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് പഠിച്ചു വെച്ചേക്കാം. ഓണേഴ്സിനോടുള്ളത്, കസ്റ്റമേഴ്സിനുള്ളത്, എംപ്ലോയീസിനുള്ളത്, ഗവൺമെൻറ്റിനുള്ളത്. ഇറ്റ്സ് ഈസി റൈറ്റ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ MSME എന്ന് പറയുന്ന സ്മോൾ സ്കെയിൽ, ഈ പറഞ്ഞതുപോലെ വില്ലേജ്, കോട്ടേജ്, അതേപോലെ തന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ. ഈ പ്രോബ്ലം ഫേസ്ഡ് ബൈ പലവട്ടവും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രോബ്ലം ഫേസ്ഡ് ബൈ എന്ന് പറയുന്ന ചോദ്യം പഠിച്ചു വെച്ചേക്കാം. കൂടെ എന്ത് ചെയ്യുക, വില്ലേജ് ഇൻഡസ്ട്രീസും കോട്ടേജ് ഇൻഡസ്ട്രീസും എന്ന് പറയുന്നതും ജസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇന്റർണൽ ട്രേഡ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇത് തമ്മിൽ ഡിഫറൻസും പഠിച്ചു വെച്ചേക്കാം. പിന്നെ എന്താണ്, ഈ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷേ ഇറ്റ്സ് എ ബിഗ് ചാപ്റ്റർ കേട്ടോ. ഒരു വലിയ ചാപ്റ്ററാണ്, 4 മാർക്കിന് ചോദ്യമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് ഡിഫറൻസ് പഠിച്ചു വെച്ചേക്കാം. മേ ബി ദേ വിൽ ആസ്ക്. ഓക്കെ, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്, ഏതൊക്കെ മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ബിസിനസ് എന്ന് പറയുന്ന 2 അത് ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്സിലെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഇന്റർനാഷണൽ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, നമ്മൾ ഓൾറെഡി എന്താണ് അവിടെ വേറെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ള. അതന്നെ കോമൺ, 2 ചാപ്റ്ററിലും ഒരേ സാധനം ഡിസ്കസ് ചെയ്യുന്നു അല്ലേ. ഡോക്യുമെന്റ്സ് ഫോർ ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട്, ഒരുപാട് ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ എന്ത് ചെയ്യുക, എന്തായാലും ഒരു 4 5 കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ബാക്കിയുള്ള കുറിച്ച് ഐഡിയാസ് ഉണ്ടാക്കാം. മേ ബി അവരുടെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 4 എഴുതാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള 4 എഴുതാം. പക്ഷെ അതിൽ ഏതെങ്കിലും 4 ചോദിച്ചിട്ട് അതിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഐ നോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, നിങ്ങളെപ്പോലത്തെ ഒരു ഹ്യൂമൻ ബീങ് ആണ് ഞാനും. അപ്പോൾ എങ്ങനെ കറക്റ്റ് ഈ ക്വസ്റ്റ്യനേ വരുള്ളൂ എന്ന് പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞ ഒരു 5 വർഷത്തെ 2020 മുതലുള്ള അല്ലെങ്കിൽ 19 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ട്രെൻഡ് വെച്ച് നോക്കിയിട്ട് അതിനുശേഷം വെയിറ്റേജിലുള്ള മാറ്റങ്ങളും നോക്കിയിട്ട് അതിനെന്ത് ചെയ്തതാണ്, ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അപ്പം എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് പഠിക്കുക. ആദ്യം എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ 5 ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓൾറെഡി ഒരു 48 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കുക. എന്നിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും കൂടി സ്ട്രോങ് ആക്കുക. നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.